ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിൻഡോസിൻ്റെ ബൂട്ട് ടൈം അത് സ്റ്റാർട്ടപ്പിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസും പ്രോഗ്രാംസും ലോഡ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് പ്രോസസ്സുകളും സർവീസുകളും ആപ്ലിക്കേഷനുകളും പ്രോഗ്രാമുകളും റൺ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റം പെർഫോമൻസ് നന്നായിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. വിൻഡോസിൽ ടാസ്ക് മാനേജർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കിട്ടും. ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ റൺ ചെയ്യുന്നുണ്ട് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും എന്തോരം റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വേണ്ടത് ലിമിറ്റ് ചെയ്യാനും പറ്റും. നമുക്ക് ആവശ്യമില്ലാതെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സ്റ്റോപ്പോ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷേ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ അത് സിസ്റ്റം പ്രോസസ്സ് അല്ല എന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഏതെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ ആണെന്ന് നോക്കുക. നമ്മളിതിൽ മെയിനായിട്ട് നോക്കുന്നത് സ്റ്റാർട്ടപ്പ് എന്ന സെക്ഷനാണ്. അതിലാണ് വിൻഡോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ലോഡാവുന്നത്, ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ലോഡാവുന്നത്, ആ കാര്യങ്ങളെല്ലാം ഉള്ളത്. ഇതിൽ റൈറ്റ് സൈഡിൽ ടോപ്പിൽ നിങ്ങൾക്ക് കാണാം ലാസ്റ്റ് ബയോസ് ടൈം. അപ്പോൾ ബയോസിൽ നിന്ന് ബൂട്ടാവാൻ എന്തോരം സമയമെടുത്തു എന്നതാണത്. വിൻഡോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലോഡാവുന്ന ആപ്ലിക്കേഷൻസാണിത്. ഈ ലിസ്റ്റിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ വിൻഡോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലോഡാവേണ്ട ആവശ്യമില്ല. അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ലോഡായാൽ മതി. ആകെ റിയൽ ടെക് എച്ച് ഓഡിയോ മാനേജർ എന്ന സർവീസ് മാത്രം സ്റ്റാർട്ടപ്പിൽ ലോഡാവേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ സ്റ്റാർട്ടപ്പിൽ ലോഡാവേണ്ടാത്ത ആപ്ലിക്കേഷൻസ് എല്ലാം ഞാൻ ഡിസേബിൾ ചെയ്തു. അതുപോലെ തന്നെ ബാക്കി സർവീസസിലും പ്രോസസ്സിലും പോയിട്ട് ആ ലിസ്റ്റിൽ നോക്കി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസിന് എന്തെങ്കിലും സർവീസ് റൺ ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൺട്രോൾ പാനലിൽ പോയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നതാണ് നല്ലത്. കാരണം നിങ്ങളത് ഉപയോഗിക്കുന്നില്ല, അത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ റിസോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് വെറുതെ വേസ്റ്റാണ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു യൂസിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ ആയിരിക്കും, അത് പിന്നെ നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കുമ്പോൾ അത് റൺ ആവുന്നില്ല, പക്ഷേ അത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് പ്രോസസ്സും സർവീസസും റൺ ചെയ്യുന്നുണ്ട്, അത് റിസോഴ്സസും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെ അത് സ്ലോ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലെല്ലാം ഈ ആവശ്യമില്ലാത്ത സോഫ്റ്റ്വെയർ അപ്പം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്